12 ലക്ഷത്തിന്റെ മുകളിൽ വരുമാനമുള്ളവര് അതിന്റെ 5 മുതൽ 42% വരെ പൈസ ഇൻകം ടാക്സ് ആയി അടക്കണം. അപ്പൊ അത്ര പൈസ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് ആലോചിക്കേണ്ട. 4 ലക്ഷത്തിന്റെ മുകളിൽ വാർഷിക വരുമാനമുള്ളവരെല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണം. അതായത് ഇന്ത്യയിൽ മോശമല്ലാത്ത വരുമാനം ഉണ്ടെങ്കിൽ ടാക്സിനെ പറ്റി അറിയാതെ പറ്റില്ല. ഹായ്, ഞാൻ നിങ്ങളുടെ ആശാൻ ഷാരിഖ് ശംസുദ്ദീൻ. പേഴ്സണൽ ഫൈനാൻസിനെ പറ്റി മുഴുവനായി പഠിക്കുന്ന ഈ സീരീസിലേക്ക്, ടാക്സിനെ പറ്റി മുഴുവനായി തന്നെ പഠിക്കുന്ന ഈ സീരീസിലെ 11ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ലേണിംഗ് സീരീസിനെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ക്ലാസ്സുകളും മുഴുവനായി കാണുക. നമുക്ക് പണത്തെ പേടിക്കാതെ ജീവിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ടാക്സിനെ പറ്റി എല്ലാം തന്നെ നമ്മൾ പഠിക്കും. അപ്പൊ എല്ലാവരും ക്ലാസ് മുഴുവനായി ശ്രദ്ധിച്ചും തന്നെ കാണുക. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് എപ്പോഴും പറയുന്ന പോലെ താഴെ കമന്റ് സെക്ഷനിൽ പോയിട്ട് പ്രസന്റ് എന്ന് കമന്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. ഈ ക്ലാസ്സിൽ കാണിക്കുന്ന പ്രസന്റേഷനും ടൂൾസിലേക്കുള്ള ആക്സസും കിട്ടാനായി താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. എല്ലാ എപ്പിസോഡും കണ്ട് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നന്നായി പഠിക്കുന്നവരാണ് ഗിവ് അവേക്ക് എലിജിബിൾ ആവുക. The name is ഷാരിഖ് ശംസുദ്ദീൻ. Welcome to Personal Finance A to Z by Market Feed. എല്ലാവരെയും ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ ഒരു ലേണിംഗ് സീരീസ് ചെയ്യുന്നതും ഈ ചാനലിലെ മറ്റു മിക്ക വീഡിയോകൾ ചെയ്യുന്നതും. പക്ഷേ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്ര അത് പഠനം കൊണ്ട് മാത്രം തീരുന്നില്ല. അതിലേക്ക് എത്താനുള്ള യാത്രയിൽ നിങ്ങൾക്ക് പല ഫൈനാൻഷ്യൽ പ്രോഡക്ട്സും സർവീസസും ആവശ്യമുണ്ടാകും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് എത്തിക്സോട് കൂടി മിസ്സെല്ലിംഗ് ഇല്ലാതെ മലയാളം കസ്റ്റമർ സർവീസോട് കൂടി തരാനായിട്ട് ഞാൻ റൺ ചെയ്യുന്ന എന്റെ കമ്പനിയാണ് മാർക്കറ്റ് ഫീഡ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ്, സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ്, ആൽഗോ ട്രേഡിംഗ് എന്നുള്ള സർവീസുകൾ ഇന്ന് മാർക്കറ്റ് ഫീഡ് തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓഫറിംഗ്സിനെയും ഞങ്ങൾ പാർട്ണർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ സർവീസസിനെയും പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ജോയിൻ ചെയ്യാനും താഴെയുള്ള ലിങ്ക് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ശരിക്കും എന്താണ് ഈ ടാക്സ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. വാട്ട് ഇസ് ടാക്സ്? A tax is a mandatory financial charge imposed by the government on individuals and companies to fund public expenditures, services and infrastructure. അതായത് നമ്മുടെ നാട് ഓടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് ഇവിടുത്തെ പൗരന്മാരുടെയും കമ്പനികളുടെയും കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഒരു തുകയാണ് ടാക്സ് അല്ലെങ്കിൽ കരം. ഇത്ര എല്ലാവർക്കും അറിയാലോ. എന്നാലും സിമ്പിളായി പറഞ്ഞാല് ഒരു നാട് നടത്തിക്കൊണ്ടു പോകാൻ പല ചിലവുകളില്ലേ. റോഡ് പണിയണം, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ പോലെ പല സർവീസസ് കൊടുക്കണം. അങ്ങനെ എന്തൊക്കെ പരിപാടികളുണ്ട്. ഇതിനൊക്കെ പൈസ ചിലവില്ലേ. അപ്പൊ ആ നാട് നടത്തുന്ന ഭരണകൂടം അവിടുത്തെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ പല വഴികളിലൂടെ പിരിച്ചെടുത്ത് നാട് നടത്തും. അങ്ങനെ പിരിക്കുന്ന പൈസയാണ് ടാക്സ് എന്ന് പറയുന്നത്. ശരിക്കും പണ്ട് രാജാക്കന്മാരുടെ കാലം മുതലേ ഉള്ള ഒരു സമ്പ്രദായം തന്നെയാണിത്. പൊതുവെ 2 തരം ടാക്സുകളാണ് ലോകത്ത് കണ്ടുവരുന്നത്. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, 2 ഇൻഡയറക്റ്റ് ടാക്സ്. ആദ്യം തന്നെ ഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ വരുമാനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ലാഭത്തിൽ നിന്നോ ഗവൺമെന്റ് ടാക്സ് പിടിക്കുന്നതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ശമ്പളം കിട്ടുമ്പോൾ അതിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്ന ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണ്. ഇതിനെ തന്നെയാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ എന്ത് പർച്ചേസുകളോ അല്ലെങ്കിൽ ഇമ്പോർട്ടോ ഒക്കെ നടത്തിയാല് അത് ഫിസിക്കൽ ഗുഡ്സ് ആണെങ്കിലും സർവീസസ് ആണെങ്കിലും അതിന്റെ വിലയിൽ ഉൾപ്പെട്ട് അതിന്റെ തന്നെ കൂടെ വരുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ്. GST, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി പോലത്തെ ടാക്സുകൾ ഇവിടെ ഉദാഹരണങ്ങളായി നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരു പ്രൊഡക്റ്റിന്റെ വിലയും രീതിയും ഒക്കെ അനുസരിച്ചാണ് ടാക്സ് വരുന്നത്. ഒരു രീതിയിൽ പറഞ്ഞാല് നമ്മൾ എല്ലാവരും തന്നെ അറിഞ്ഞോ അറിയാതെയോ ഈ ഇൻഡയറക്റ്റ് ടാക്സ് അടക്കുന്നുണ്ട്. ഒരു ചിപ്സിന്റെ പാക്കറ്റ് വാങ്ങിയാൽ പോലും നമ്മൾ അറിയാതെ അവിടെ ഇൻഡയറക്റ്റ് ടാക്സ് കളക്ട് ആയി ഗവൺമെന്റിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ടാക്സ് എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇവിടെ പേഴ്സണൽ ഫൈനാൻസിൽ ഇമ്പോർട്ടന്റ് ആയത് ഇൻകം ടാക്സ് ആണെന്ന് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് എന്താണെന്ന് വിശദമായി പഠിക്കാം. വാട്ട് ഇസ് ഇൻകം ടാക്സ്? ഇപ്പൊ പഠിച്ചതുപോലെ തന്നെ ഒരു വ്യക്തിയുടെയോ ബിസിനസിന്റെയോ വരുമാനത്തിൽ നിന്നൊരു വിഹിതം നാട് നന്നാക്കാൻ വേണ്ടി ഗവൺമെന്റ് പിരിച്ചെടുക്കുന്നതിനെയാണ് ഇൻകം ടാക്സ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണങ്ങൾ നോക്കാനാണെങ്കിൽ ശമ്പളത്തിലൂടെയോ ചെറിയൊരു ബിസിനസ് അല്ലെങ്കിൽ ഫ്രീലാൻസ് ചെയ്യുന്നതിലൂടെയോ FD ഇട്ട് അതിൽ നിന്ന് പലിശ വരുന്നതിലൂടെയോ വീടോ സ്റ്റോക്കോ പോലെയുള്ള അസറ്റ് വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻസിലൂടെയോ ഒക്കെ വരുന്ന വരുമാനത്തിന്റെ അതായത് ആ ഇൻകത്തിന്റെ ഒരു നിശ്ചിത ശതമാനം നമ്മൾ ഇൻകം ടാക്സ് ആയി ഗവൺമെന്റിന് കൊടുത്തിരിക്കണം. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ 5 തരത്തിലുള്ള ഇൻകം ആണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്നാണ് ഇന്ത്യൻ സർക്കാർ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഓരോന്നിന്റെ പുറത്തും ഇൻകം ടാക്സ് കൊടുക്കണം. ഒന്ന്
ഇൻകം ഫ്രം സാലറി, അതായത് ശമ്പളത്തിൽ നിന്ന് വരുന്ന വരുമാനം. 2, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതായത് വാടക ഇനത്തിൽ പൈസ വരുന്നുണ്ടെങ്കിൽ അത്. 3, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, അതായത് ബിസിനസ് അല്ലെങ്കിൽ ഡോക്ടർ, വക്കീൽ ഒക്കെ പോലെ പ്രൊഫഷണൽ സർവീസസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വരുമാനം. 4, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്, കയ്യിൽ ഉണ്ടായിരുന്ന ഒരു അസറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം. അത് സ്ഥലമാകാം, സ്റ്റോക്സോ മ്യൂച്വൽ ഫണ്ട്സോ ആകാം. ആ ലാഭത്തിനെയാണ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്. 5, ഇൻകം ഫ്രം അതർ സോഴ്സസ്, അതായത് ഈ പറഞ്ഞ മറ്റ് 4 മാർഗങ്ങളല്ലാതെ എങ്ങനെ വരുമാനം വന്നാലും അത് ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ്. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒക്കെ ഇവിടെയാണ് വരിക. അപ്പൊ ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ വരുമാനം ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും അതിന്റെ പുറത്ത് നമ്മൾ ടാക്സ് കൊടുക്കണം. അതിനെയാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻസ് രാജ്യത്തിന് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാനാണെങ്കിൽ ഇന്ത്യയിലെ 2025 ബഡ്ജറ്റിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ മുഴുവൻ വരുമാനം നോക്കിയാൽ അതിൽ 22% ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ വ്യക്തികളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻകം ടാക്സും 17% കമ്പനികളിൽ നിന്ന് കളക്ട് ചെയ്ത കോർപ്പറേറ്റ് ടാക്സ് എന്നും കാണാൻ പറ്റുന്നുണ്ട്. അതായത് ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു മെയിൻ ഇൻകം സോഴ്സ് തന്നെയാണ് ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻകം ടാക്സ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇത് നമ്മൾ പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിന്റെ ഉള്ളിൽ എന്തിനു പഠിക്കുന്നു, അവിടെ ഇതിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. വൈ ഇസ് ഇൻകം ടാക്സ് ഇമ്പോർട്ടന്റ്? അതായത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്. ദ 2 certainties in life are death and taxes. അതായത് ജീവിതത്തിൽ മരണത്തിൽ നിന്നും ടാക്സിൽ നിന്നും ഒരിക്കലും ഓടി ഒളിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ഒരാൾക്ക് വരുമാനം ഉണ്ട് എങ്കിൽ നിയമപരമായി അയാൾ ഇൻകം ടാക്സ് കൊടുത്തിരിക്കണം. അവിടെ വേറെ ചർച്ചയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇൻകം ടാക്സ് ഇമ്പോർട്ടന്റ് ആകുന്നത്. അപ്പൊ എന്തായാലും കൊടുക്കണം എന്നുള്ളത് കൊണ്ട് അത് നന്നായി മാനേജ് ചെയ്യുക തന്നെ വേണം. മര്യാദക്ക് ടാക്സിനെ ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ എപ്പോ വേണമെങ്കിലും ഒരു വലിയ തുകയും അതിന്റെ ഫൈനും ഒക്കെ അടപ്പിക്കാനായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വരാം. നമുക്ക് നോട്ടീസ് അയച്ചേക്കാം. അത് നമ്മളുടെ പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിനെ മൊത്തത്തിൽ തന്നെ കുളമാക്കും. അതിന്റെ കൂടെ നല്ല രീതിയിൽ ജീവിതം പ്ലാൻ ചെയ്യുകയാണ് എങ്കിൽ കുറച്ചെങ്കിലും ടാക്സ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ആ ലാഭിക്കുന്ന പൈസയെ നമുക്ക് എക്സ്ട്രാ പൈസയായി കണ്ട് ചിലവാക്കാനോ സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതിന്റെ കൂടെ തന്നെ ടാക്സ് അടക്കുന്നതും ടാക്സ് ഫയൽ ചെയ്യുന്നതും ഒക്കെ കൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. നമ്മുടെ രാജ്യത്തെ ഫൈനാൻഷ്യൽ എക്കോസിസ്റ്റത്തില് ഇതൊക്കെ നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കി തരും. ലോണുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ബാങ്കുകൾ നിങ്ങളോട് ചിലപ്പോൾ ITR ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലേക്ക് പോകാൻ വിസ അപ്ലൈ ചെയ്യുമ്പോഴും പലപ്പോഴും ഇൻകം ടാക്സ് റിട്ടേൺസ് നോക്കാറുണ്ട്. അത് നല്ലതാണെങ്കിൽ ഹെൽപ്ഫുൾ ആകാറുണ്ട്. അതായത് പറഞ്ഞു വരുന്നത് ഇൻകം ഉണ്ട് എങ്കിൽ ടാക്സ് അടക്കുന്നത് മാൻഡേറ്ററി ആയതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ പ്രസക്തി വരാൻ പോകുന്നത് കൊണ്ട് നമ്മൾ എല്ലാവരും വ്യക്തമായി തന്നെ ടാക്സിനെ പ്ലാൻ ചെയ്യാനും മാനേജ് ചെയ്യാനും പഠിച്ചിരിക്കണം. അപ്പോൾ ടാക്സ് എന്താണെന്നും അത് എന്തിനാണ് ഒരു വ്യക്തി അടക്കുന്നതെന്നും പഠിച്ച സ്ഥിതിക്ക് നമുക്ക് ആരൊക്കെയാണ് ടാക്സ് അടക്കാൻ ബാധ്യസ്ഥർ എന്ന് നോക്കാം. ഹു ഷുഡ് പേ ടാക്സ്? എന്തെങ്കിലും വരുമാനമുള്ള എല്ലാവരും ഇൻകം ടാക്സ് അടക്കാൻ സർക്കാർ പറയുന്നില്ല. അത്യാവശ്യം മോശമല്ലാത്ത വരുമാനമുള്ളവർ മാത്രം ഇൻകം ടാക്സ് അടച്ചാൽ മതി. ബാക്കിയുള്ളവരെ സർക്കാർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വരുമാനം കൂടുന്നതനുസരിച്ച് കൊടുക്കുന്ന ഇൻകം ടാക്സും കൂടും. അതായത് ഒരു വർഷത്തിൽ ഒരു സ്പെസിഫിക് ഇൻകത്തിന് മുകളിലുള്ളവർ മാത്രം ഇൻകം ടാക്സ് കൊടുത്താൽ മതി. ഈ വർഷം 2025 മുതൽ ആ എമൗണ്ട് 12 ലക്ഷം രൂപയാണ്. അതെ, ഈ ലെവലിന്റെ മുകളിലാണ് വാർഷിക വരുമാനമെങ്കിൽ ഓരോ മാസവും ടാക്സ് വരുമാനത്തിൽ നിന്ന് മാറ്റി വെക്കേണ്ടി വരും. ഇത് ടാക്സ് അടക്കുന്നതിനെ പറ്റിയാണ്. എന്നാൽ ഇൻകം ടാക്സിന്റെ വിഷയം വരുമ്പോൾ എല്ലാവരും ടാക്സ് കൊടുക്കുന്നതിനെ പറ്റി മാത്രം ചിന്തിക്കാറുണ്ടോ? പക്ഷേ ഇവിടെ വേറെ ഒരു സംഭവം കൂടിയുണ്ട്. ITR ഫയലിംഗ്, അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ITR എന്നും ITR ഫയലിംഗ് എന്നും മനസ്സിലാക്കണം. അപ്പൊ ഈ ITRനെ ഒരു റിപ്പോർട്ട് കാർഡായി കാണുക. നിങ്ങൾ ഏൺ ചെയ്ത ഇൻകം എത്രയാ, അത് നേരത്തെ പഠിച്ച 5 ഇൻകം ടൈപ്സിൽ ഏതിലൊക്കെ നിന്ന് എത്ര വെച്ചാണ് വന്നത്, നിങ്ങൾ ഓൾറെഡി ഗവൺമെന്റിന് എത്ര ടാക്സ് ആണ് ഈ വർഷം ഇതുവരെ കൊടുത്തിട്ടുള്ളത്, ടാക്സ് കുറക്കാനുള്ള ലീഗൽ സ്കീമുകൾ യൂസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എല്ലാം ഫില്ല് ചെയ്യുന്ന ഫോമിനെയാണ് ITR ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫോം ഫില്ല് ചെയ്തതിനു ശേഷം എല്ലാ ഇൻഫോർമേഷനും കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തി അത് ഗവൺമെന്റിനെ അറിയിക്കുന്നതിനെയാണ് ITR ഫയലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ITR ഫയലിംഗ് ശരിക്കും ടാക്സ് അടക്കണം എന്ന് പറഞ്ഞ 12 ലക്ഷത്തിന്റെ മുകളിൽ ഇൻകം ഉള്ളവർ മാത്രമല്ല, നിയമപ്രകാരം ഒരാളുടെ വാർഷിക വരുമാനം 4 ലക്ഷത്തിന്റെ മുകളിലാണെങ്കിൽ ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ ITR ഫയൽ ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് വേറെ, ഇൻകം ടാക്സ് പേയ്മെന്റ് വേറെ. പലരും ഇത് മനസ്സിലാക്കാതെ ITR ഫയൽ ചെയ്യാറില്ല. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം.
ഇൻകം 4 ലക്ഷത്തിന്റെ താഴെയാണെങ്കിലും ഇനി 0 ആണെങ്കിലും വേണമെങ്കിൽ ITR ഫയൽ ചെയ്യാം. ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻഫാക്ട് അങ്ങനെ ചെയ്യുന്നത് നല്ലതുമാണ്. ഒരു നല്ല ഫൈനാൻഷ്യൽ റെക്കോർഡ് ബിൽഡ് ആകാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ 4 ലക്ഷത്തിന്റെ മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ ITR ഫയൽ ചെയ്താൽ മതി എന്ന് പറയുമ്പോഴും ചില കാറ്റഗറീസിൽ നിന്ന് വരുമാനം വരികയാണെങ്കിൽ എന്തായാലും ITR ഫയൽ ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് ഇതാ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ക്രിപ്റ്റോ, ലോട്ടറി, ഫോറിൻ ഇൻകം ഒക്കെ വരുമ്പോൾ എന്തായാലും ITR ഫയൽ ചെയ്തിരിക്കണം. അപ്പൊ ആരൊക്കെ ടാക്സ് അടക്കണമെന്നും ആരൊക്കെ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യണമെന്നും നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് പഠിക്കേണ്ടത് മുന്നിലേക്ക് പോകുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനമായ വാക്കുകളാണ്. മസ്റ്റ് നോ ടേംസ്. ആദ്യം തന്നെ TDS അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്താണെന്ന് പഠിക്കാം. നമ്മുടെ വരുമാനം നമ്മളുടെ അക്കൗണ്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആ പൈസ തരുന്ന ആള് അതിൽ നിന്ന് കുറച്ച് പൈസ പിടിച്ച് നേരെ നമ്മുടെ പേരിൽ ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കുന്നതിനെയാണ് TDS എന്ന് പറയുന്നത്. അങ്ങനെ അവർ അടക്കുന്നു എന്നുള്ളത് കൊണ്ട് പിന്നീട് നമുക്ക് ആ എമൗണ്ട് ഗവൺമെന്റിലേക്ക് ഇൻകം ടാക്സ് അടക്കേണ്ട. അത് നമ്മുടെ പേരിൽ അവിടെ സോഴ്സസിൽ നിന്ന് തന്നെ ഡിഡക്റ്റ് ആയി അവിടെ എത്തി. അതാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. പലപ്പോഴും നമ്മൾ അടക്കേണ്ടതിനേക്കാൾ കൂടുതൽ ടാക്സ് ചിലപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് TDS ആയി അടച്ചിട്ടുണ്ടായേക്കാം. ആ വിവരം നമ്മൾ ITR ഫയൽ ചെയ്യുമ്പോൾ അതിൽ കറക്റ്റ് ആയി കാണിച്ചാല് ആ എക്സ്ട്രാ പൈസ നമുക്ക് തിരിച്ച് റീഫണ്ട് ആയി കിട്ടും. പലപ്പോഴും നമ്മുടെ ശമ്പളം തരുന്ന എംപ്ലോയർ ടാക്സ് പിടിച്ചിട്ടാണ് ശമ്പളം തരുന്നത്. നിങ്ങളുടെ സാലറി സ്ലിപ്പ് നോക്കിയാൽ മതി, ഇത് വ്യക്തമായി മനസ്സിലാകും. മറ്റ് പല ഇൻകം ജീവിതത്തിൽ വരുമ്പോഴും ടാക്സ് പിടിക്കാറുണ്ട്. ഉദാഹരണത്തിന് ബാങ്കുകൾ FDയുടെ പലിശ തരുമ്പോൾ ഒരു വിഹിതം നേരെ TDS പിടിച്ചിട്ടാണ് അവർ തരുന്നത്. അപ്പൊ TDS മനസ്സിലായല്ലോ. അപ്പൊ ഇനി രണ്ടാമത്തേത് നോക്കാം, ഫോം 16. അതായത് നമ്മളുടെ എംപ്ലോയർ നമ്മളുടെ ബിഹാഫിൽ എത്ര രൂപ TDS പിടിച്ചത് ടാക്സ് ആയി അടച്ചിട്ടുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടാണ് ഫോം 16. കമ്പനിയുടെ HR ചോദിച്ചാൽ ഈസി ആയിട്ട് കിട്ടും. മൂന്നാമത്തെ സംഭവം ഫോം 26AS. നമ്മളുടെ എല്ലാ മേജർ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും അടങ്ങിയിരിക്കുന്ന ഒരു വലിയ ഡോക്യുമെന്റ് ആണിത്. ഇത് ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ നിന്ന് ഈസിയായി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഗവൺമെന്റിന് നമ്മളെ പറ്റി ഓൾറെഡി അറിയുന്ന പല ഡീറ്റെയിൽസും ഇതിൽ കാണാൻ സാധിക്കും. നാലാമത് AIS, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിൽ ഓൾറെഡി നമ്മൾ ഈ വർഷം അടച്ച ടാക്സ്, കട്ടായ TDS, നടത്തിയ ട്രേഡുകൾ, ഇങ്ങനെയൊക്കെയുള്ള പല ഇൻഫർമേഷനും പ്രീഫിൽഡ് ആയി വരും. ഇതും നമുക്ക് ഈസിയായി ഇൻകം ടാക്സിന്റെ ഒഫീഷ്യൽ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ടേംസും ഡോക്യുമെന്റ്സും മനസ്സിലാക്കല് മുന്നിലേക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ആദ്യമേ പഠിച്ചത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കേണ്ടത് ശരിക്കും എപ്പോഴാണ് ടാക്സ് അടക്കേണ്ടത് അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വെൻ ടു പേ ഓർ ഫയൽ ടാക്സ്. കൂടുതൽ ആൾക്കാരും എന്തായാലും ശമ്പളം വാങ്ങുന്നവരായിരിക്കും. അപ്പൊ അവിടെ എന്തായാലും TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് നടക്കുമെന്നുള്ളത് കൊണ്ട് നമ്മളുടെ പേരിൽ എന്തായാലും ടാക്സ് അടക്കപ്പെടുന്നുണ്ടാകും. പക്ഷെ ട്രേഡിംഗ് ഇൻകം ആണെങ്കിലോ, സ്ഥലം വിൽക്കുന്നതിന്റെ ക്യാപിറ്റൽ ഗെയിൻസ് ആണെങ്കിലോ, വാടകയിൽ നിന്നുള്ള റെന്റൽ ഇൻകം ആണെങ്കിലോ അവിടെ ഒന്നും ഇത് സംഭവിക്കില്ല. നമ്മൾ സ്വയം ടാക്സ് അടക്കേണ്ടി വരും. ഇനി ഇതിൽ ഏതാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ITR, ഇൻകം ടാക്സ് റിട്ടേൺസ്, അത് എന്തായാലും എല്ലാവരും ഫയൽ ചെയ്തിരിക്കണം. അപ്പൊ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനും ടാക്സ് അടക്കാനും കുറച്ച് തീയതികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏപ്രിലിനും ജൂണിനും ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോം 26AS, AIS, ഫോം 16 പോലുള്ള ഫോമുകൾ എല്ലാം കിട്ടി തുടങ്ങും. സാധാരണ രീതിയിൽ ജൂലൈ 31 കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയി വരുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ എല്ലാ കാൽക്കുലേഷനും നടത്തി ടാക്സ് അങ്ങോട്ട് അടക്കണോ ഇങ്ങോട്ട് തിരിച്ച് റീഫണ്ട് വാങ്ങണോ എന്നൊക്കെ കണ്ടെത്തി ഇൻകം ടാക്സ് പേ ചെയ്യാനുണ്ടെങ്കിൽ അത് പേയും ചെയ്ത് ITR ഫയൽ ചെയ്തിരിക്കണം. ഇനി ജൂലൈ 31 മിസ്സായാൽ ഡിസംബർ 31 വരെ 5000 രൂപ വരെ ഫൈൻ കൊടുത്തുകൊണ്ട് ലേറ്റ് ഫയലും ചെയ്യാം. ഇവിടെ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഫ്രീലാൻസേഴ്സ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇയർ തീരുന്നത് വരെ കാത്തിരിക്കാതെ ഇൻകം ടാക്സ് ആദ്യമേ അടച്ചു പോകണം. ഇതിനെ അഡ്വാൻസ് ടാക്സ് എന്നാണ് പറയുന്നത്. 10,000 രൂപയിൽ കൂടുതൽ ടാക്സ് ലയബിലിറ്റി ഒരു വർഷത്തിൽ വരാൻ സാധ്യതയുണ്ട് എങ്കിൽ അഡ്വാൻസ് ടാക്സ് തീർച്ചയായിട്ടും കൊടുക്കണം. ശരിക്കും അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് എത്തണമെങ്കിൽ വർഷത്തിലെ ഒരു 15 ലക്ഷത്തിന്റെ മുകളിലൊക്കെ ശമ്പളം അല്ലാത്ത വരുമാനം വരണം. ജൂൺ 15, സെപ്റ്റംബർ 15, ഡിസംബർ 15, മാർച്ച് 15 എന്നിങ്ങനെ 4 ഡേറ്റുകളിലായാണ് അഡ്വാൻസ് ടാക്സ് അടക്കേണ്ടത്. ITR ഫയൽ ചെയ്യേണ്ടത് അപ്പോഴും ജൂലൈ 31 മുൻപ് തന്നെയാണ്. കേട്ട് പേടിക്കേണ്ട, സാലറീഡ് എംപ്ലോയീസിന് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ എന്നാണ് ടാക്സ് അടക്കേണ്ടതെന്നും ITR ഫയൽ ചെയ്യേണ്ടതെന്നും പഠിച്ച സ്ഥിതിക്ക് ഒരു നല്ല ചോദ്യം ഇവിടെ വരുന്നത്, എത്ര ടാക്സ് ആണ് ഒരു വ്യക്തി അടക്കേണ്ടത് എന്നുള്ളതാണ്. ഹൗ മച്ച് ടാക്സ് ടു പേ. നമ്മൾ എത്ര ഇൻകം ടാക്സ് അടക്കണം എന്നത് ആദ്യം പറഞ്ഞതുപോലെ മോസ്റ്റ്ലി നമ്മുടെ ഇൻകത്തിനെ ബേസ് ചെയ്താണ് ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. അപ്പൊ അത് എത്ര ആണെന്ന് കണ്ടുപിടിക്കാൻ ഒരു സ്ലാബ് ബേസ്ഡ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്.
ആദ്യത്തെ ഇത്ര ലക്ഷം ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ട, അവിടുന്ന് ഇൻകം കൂടുന്നതനുസരിച്ച് ടാക്സ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ടാക്സ് സ്ലാബ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അത് ആദ്യം തന്നെ മനസ്സിലാക്കണം. അതിൽ തന്നെ ഓൾഡ് ടാക്സ് റെജീം, ന്യൂ ടാക്സ് റെജീം എന്ന് പറഞ്ഞ് രണ്ട് രീതികളുണ്ട്. അതിൽ ഒരെണ്ണം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അത് പ്രകാരമാണ് നമ്മുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. പേടിക്കേണ്ട, ഫുൾ മനസ്സിലാക്കി തരാം. ഓൾഡ് ടാക്സ് റെജീം എന്ന് പറയുന്ന പഴയ സ്ട്രക്ചറില് ടാക്സ് കൂടുതലാണ്. ഈ കാണുന്നതാണ് അതിലെ ടാക്സ് സ്ലാബുകൾ. പക്ഷെ ഇവിടെ നമുക്ക് വരുമാനത്തിൽ നിന്ന് പല ഇൻവെസ്റ്റ്മെന്റ്സും പല ഇൻഷുറൻസ് സ്കീമുകളും ഒക്കെ ഗവൺമെന്റ് പറയുന്ന പോലെ വാങ്ങിയാല് നമുക്ക് ടാക്സ് ഡിഡക്ഷൻ നേടിയെടുക്കാം. അങ്ങനെ ഈ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്ത് നമുക്ക് ടാക്സ് കുറപ്പിച്ചെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ന്യൂ ടാക്സ് റെജീം നോക്കാം. ഇവിടെ 4 ലക്ഷത്തിന്റെ മുകളിൽ വരുന്ന വരുമാനത്തിന് അതാത് സ്ലാബിന്റെ ടാക്സ് അടക്കേണ്ടി വരും. പക്ഷേ ഗവൺമെന്റ് ഇവിടെ ഒരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട്. 12 ലക്ഷത്തിന് അടിയിലാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ 2025-26 മുതൽ ടാക്സ് 0 ആയിരിക്കും. സാലറീഡ് വ്യക്തിയാണെങ്കിൽ 12.25 ലക്ഷം വരെ ടാക്സ് 0 ആയിരിക്കും. എന്നാൽ ആ നമ്പർ ക്രോസ് ചെയ്യുമ്പോൾ 4 ലക്ഷത്തിന്റെ സ്ലാബ് മുതലുള്ള എല്ലാ സ്ലാബിലെയും ടാക്സ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഈ ന്യൂ ടാക്സ് റെജീമില് പഴയ സ്കീമിലെ പോലെ ഡിഡക്ഷൻസ് ഒന്നും തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്നാലും കാൽക്കുലേഷൻസ് നോക്കുമ്പോൾ ഈ ന്യൂ ടാക്സ് റെജീം തന്നെയാണ് മോസ്റ്റ്ലി ബെറ്റർ ആയിട്ട് വരുന്നത്. 12.25 ലക്ഷത്തിന്റെ താഴെ ഇൻകം ഉള്ളവർക്ക് എന്തായാലും ഈ ന്യൂ ടാക്സ് റെജീം തന്നെയാണ് ബെറ്റർ. ഡിഡക്ഷൻസിന് എലിജിബിൾ ആയ ഹോം ലോൺ, ഹെൽത്ത് ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ ലോൺ, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് അതൊക്കെ ഉണ്ടെങ്കിൽ, ഹൈ ഇൻകം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓൾഡ് ടാക്സ് റെജീം തന്നെ ആയിരിക്കാം ബെറ്റർ. എന്നാലും ഏത് റെജീമാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് അറിയാൻ ഈ ഒരു കാൽക്കുലേറ്ററിൽ കറക്റ്റ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും ഞാൻ ഒന്നുകൂടി പറയുന്നു, 2026 മുതൽ 99% ആൾക്കാർക്കും ഈ ന്യൂ ടാക്സ് റെജീം തന്നെയായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതിൽ ഏത് ടാക്സ് സിസ്റ്റം എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ എത്ര ടാക്സ് അടക്കണം എന്നുള്ള കാൽക്കുലേഷൻ നടക്കുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ എടുത്ത് എത്ര ടാക്സ് കൊടുക്കണം എന്നുള്ളത് വിശദമായി മനസ്സിലാക്കാം. ഒരു 8 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള വ്യക്തിയാണെങ്കിൽ ടാക്സ് ഒന്നും തന്നെ അയാൾ കൊടുക്കേണ്ടതില്ല. അത് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ 15 ലക്ഷം രൂപ വർഷം ശമ്പളമുള്ള വ്യക്തിയാണ് എങ്കിൽ ന്യൂ ടാക്സ് റെജീം അനുസരിച്ച് അയാൾ 97,500 രൂപ ടാക്സ് അടക്കണം. പക്ഷേ ഓർമ്മിപ്പിക്കുന്നു, ഓൾമോസ്റ്റ് എല്ലാ കേസുകളിലും നമ്മളുടെ കയ്യിൽ നിന്ന് TDS ഓൾറെഡി ഗവൺമെന്റിന് കമ്പനി അടച്ചു വെച്ചിട്ടുണ്ടാകും. നമ്മൾ IT റിട്ടേൺസ് ഫയൽ ചെയ്താൽ മാത്രം മതി. അപ്പൊ എത്ര രൂപ ടാക്സ് അടക്കണം എന്നത് കൂടി മനസ്സിലായ സ്ഥിതിക്ക് ഇൻകം ടാക്സ് എങ്ങനെ പേ ചെയ്യണമെന്നും ITR എങ്ങനെ ഫയൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഹൗ ടു പേ ഇൻകം ടാക്സ്, ഹൗ ടു ഫയൽ ITR. ഇൻകം ടാക്സ് അടക്കണമെങ്കിലും ITR ഫയൽ ചെയ്യണമെങ്കിലും ആദ്യം നമുക്ക് അനുയോജ്യമായ ഇൻകം ടാക്സ് ഫോം നമ്മൾ തിരഞ്ഞെടുക്കണം. 4 ഇൻകം ടാക്സ് ഫോംസ് ആണുള്ളത്. നമ്മുടെ വരുമാനത്തിന്റെയും ചിലവിന്റെയും രീതി അനുസരിച്ചാണ് നമ്മൾ ഏത് ഫോം സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. ഈ ഫോമുകളുടെ പേര് ITR 1, ITR 2, ITR 3 ആൻഡ് ITR 4 എന്നാണ്. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഓരോ ഫോം സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ആക്ടിവിറ്റി അനുസരിച്ചാണ്. ഇത് കറക്റ്റായി ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. തെറ്റായി ഫയൽ ചെയ്താൽ റിജക്ട് ആകാൻ ചാൻസ് ഉണ്ട്. സാലറിയിൽ നിന്നാണ് ഇൻകം വരുന്നത് എങ്കിൽ ITR 1 ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഈ ക്ലാസ് കാണുന്ന കൂടുതൽ ആൾക്കാർക്കും ഇതായിരിക്കുമല്ലോ വേണ്ടി വരുന്നത്. എന്നാൽ 50 ലക്ഷത്തിന് മുകളിൽ ഇൻകം വരുന്നവരും ഫ്രീലാൻസ് ചെയ്യുന്നവരും ഡോക്ടർ, ലോയർ ഒക്കെ പോലെയുള്ള പ്രൊഫഷൻസ് ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരും സ്റ്റോക്സിലും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലും ട്രേഡ് ചെയ്യുന്നവരും ഒക്കെ ITR 2, 3, 4 ആണ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഫയൽ ചൂസ് ചെയ്ത് ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് ടാക്സ് അടക്കാനുണ്ടെങ്കിൽ അടച്ച്, അല്ലെങ്കിൽ റീഫണ്ട് ആണെങ്കിൽ അത് മെൻഷൻ ചെയ്ത് ITR ഫയൽ ചെയ്യണം. ഇത് മോസ്റ്റ്ലി ആൾക്കാർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ, അതായത് ഒരു CAയുടെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യാറ്. എന്നാൽ ITR 1 ആണെങ്കിൽ ശരിക്കും ഈസിയായി സ്വന്തമായി ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. അത് എങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന ഒരു ഇൻഡെപ്ത് ക്ലാസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞ് അത് പോയി കണ്ടോളൂ. ലിങ്ക് മുകളിലും താഴെയും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവസാനമായി എല്ലാവരും ആഗ്രഹിക്കുന്ന സെക്ഷനിലേക്ക് പോകാം. എങ്ങനെ ടാക്സ് കുറക്കാം, ഹൗ ടു റെഡ്യൂസ് ടാക്സ് ലീഗലി. ടാക്സ് അടക്കേണ്ടി വരുന്ന എല്ലാവർക്കും ഉള്ള ചിന്തയാണ് എങ്ങനെ അടക്കേണ്ട ടാക്സ് എമൗണ്ട് കുറക്കാം എന്നുള്ളത്. ലീഗലി ടാക്സ് കുറക്കാനായി ഗവൺമെന്റ് തന്നെ കുറച്ച് സ്കീമുകൾ ഇറക്കിയിട്ടുണ്ട്. ഓൾഡ് ടാക്സ് റെജീമിലാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ് കിട്ടുക എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നല്ലോ. 1.5 മുതൽ 3 ലക്ഷം രൂപ വരെ ടാക്സബിൾ ഇൻകം കുറക്കാനും അതിലൂടെ 1 ലക്ഷം രൂപ വരെ ഒരു വർഷം ടാക്സ് എമൗണ്ട് കുറക്കാനും പറ്റും. പക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ ഇക്കൊല്ലം മുതൽ ഈ പഴയ ടാക്സ് റെജീം 99% ആൾക്കാർക്കും ഇനി ആവശ്യം വരില്ല. അതുകൊണ്ട് തന്നെ ഈ ഡിഡക്ഷൻസ് ഒന്നും നടക്കണമെന്നില്ല. അപ്പൊ ന്യൂ ടാക്സ് റെജീം ആണ് എല്ലാവരും പഠിക്കേണ്ടത്. ന്യൂ ടാക്സ് റെജീമിലേക്ക് വരുമ്പോൾ ഡിഡക്ഷൻസിനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. എന്നാൽ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. ഇവിടെ കമ്പനി അല്ലെങ്കിൽ എംപ്ലോയർ വഴി നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് പൈസ ഇടിയിപ്പിച്ചാല് ടാക്സബിൾ ഇൻകം കുറപ്പിക്കാം.
സാലറിയിലെ തന്നെ ബേസിക് പ്ലസ് ഡിയർനെസ് അലവൻസിന്റെ 14% വരെയാണ് ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. ഇനി ഇതല്ലാതെ ന്യൂ ടാക്സ് റെജീം പ്രകാരം തന്നെ ഡിഡക്ഷൻ ഉള്ള മറ്റൊരു പരിപാടി എന്ന് പറയുന്നത്, ഒരു വീട് ലോണിൽ വാങ്ങി അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ വർഷവും 2 ലക്ഷം രൂപ വരെ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് പോർഷൻ നമുക്ക് ടാക്സ് ഡിഡക്ഷൻ ആയി ക്ലെയിം ചെയ്യാം. ഈ 2 ഡിഡക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് ന്യൂ ടാക്സ് റെജീമിൽ വരുന്നത്. അപ്പോൾ എംപ്ലോയറിന്റെ അടുത്ത് സംസാരിച്ച് ബുദ്ധിപരമായി സാലറിയിൽ ബേസിക് പ്ലസ് ഡിയർനെസ് അലവൻസ് എന്നുള്ളത് പറ്റുന്ന അത്രയും മാക്സിമം ആക്കി വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിന്റെ കൂടെ NPS കൂടി കോൺട്രിബ്യൂഷൻ നടത്തുമ്പോൾ നമ്മളുടെ ടാക്സബിൾ ഇൻകം കാര്യമായി കുറയും. അങ്ങനെ ടാക്സ് ലാഭിക്കാൻ പറ്റും. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരു സാലറീഡ് എംപ്ലോയിക്ക് എങ്ങനെ ടാക്സ് കുറക്കാം എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ് ഇൻകം വരുന്നുണ്ടെങ്കിലാണ് ടാക്സ് കുറക്കാനുള്ള ലീഗൽ മെത്തേഡ്സ് ഇനിയും കുറെ അധികമുള്ളത്. ബിസിനസ് എക്സ്പെൻസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടും അസറ്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ പുറത്ത് ഡിപ്രീസിയേഷൻ കാണിച്ചുകൊണ്ടും ഒക്കെ ടാക്സബിൾ ഇൻകം കുറച്ചെടുക്കാം. അതിലൂടെ പേ ചെയ്യേണ്ട ടാക്സിന്റെ എമൗണ്ടും കുറയും. ഒരു നല്ല CA നെ കാണാൻ ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. അപ്പോൾ ടാക്സ് എങ്ങനെ കുറക്കാമെന്ന് ലീഗലി പഠിക്കുന്ന ഈ ടോപ്പിക് കൂടി മുഴുവനായി പഠിച്ച സ്ഥിതിക്ക് ടാക്സിന്റെ ഈ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. അതിശക്തമായി തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഉടനെ തന്നെ ഈ ക്ലാസിന്റെ ചെക്ക് ലിസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നോളജ്. ടാക്സ് ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമാണെന്നും അതൊരു മോശം കാര്യമല്ല എന്നും നമ്മൾ പഠിച്ചു. ടാക്സ് ഇല്ലെങ്കിലും മറ്റ് ബെനിഫിറ്റ്സ് കിട്ടാനായി ഇൻകം ടാക്സ് റിട്ടേൺസ് ITR ഫയൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ന്യൂ ടാക്സ് റെജീമാണ് പലർക്കും ഇന്ന് നല്ലത് എന്നും അതിലും ഇമ്പോർട്ടന്റ് ഡിഡക്ഷൻസ് ഉണ്ട് എന്നും നമ്മൾ പഠിച്ചു. രണ്ടാമത് നമുക്ക് കോമൺ മിസ്റ്റേക്സ് നോക്കാം. ഏറ്റവും കോമൺ മിസ്റ്റേക്ക് ടാക്സ് വെട്ടിക്കണം എന്നുള്ള ചിന്താഗതി വെച്ചുകൊണ്ട് എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ച് ടാക്സ് കൊടുക്കാതിരിക്കുന്നതാണ്. എന്തെങ്കിലും പിടിക്കപ്പെട്ടാല് വളരെ വലിയ ഫൈനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അതുപോലെ കണ്ടുവരുന്ന മറ്റൊരു കോമൺ മിസ്റ്റേക്ക് മാർച്ചിൽ ഇരുന്ന് ടാക്സ് പ്ലാനിംഗ് ചെയ്യുന്നതാണ്. ഫൈനാൻഷ്യൽ ഇയർ തീരുമ്പോഴല്ല, അത് തുടങ്ങുമ്പോഴാണ് ശരിക്കും ടാക്സ് പ്ലാനിംഗ് ചെയ്യേണ്ടത്. അപ്പൊ അടുത്തത് നമുക്ക് സ്മാർട്ട് ഹാബിറ്റ്സ് നോക്കാം. ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ തന്നെ ആ വർഷത്തെ ടാക്സ് പ്ലാനിംഗ് നടത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കൃത്യം ഗവൺമെന്റ് പറയുന്ന തീയതികൾ തന്നെ ടാക്സ് ഫയൽ ചെയ്തു പോവുക. വലിയ വരുമാനവും കോംപ്ലിക്കേറ്റഡ് വരുമാന രീതികളും ഉള്ളവർക്ക് CA നെ തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസിന്റെ അസൈൻമെന്റ് കൂടി തന്നിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. ഇൻകം ടാക്സ് പോർട്ടലിൽ കയറി ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ഫോം 26AS ഉം AIS ഉം ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുക. കാൽക്കുലേറ്ററിൽ കയറി ഏത് റെജീമാണ് നിങ്ങളുടെ വരുമാന രീതി വെച്ച് ശരിയാവുക എന്നുള്ളത് കണ്ടെത്തി വെക്കുക. ചെയ്തു തീർത്തിട്ട് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ വന്നിട്ട് അസൈൻമെന്റ് കംപ്ലീറ്റഡ് എന്ന് പറയണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ക്ലാസ് ഇഷ്ടപ്പെട്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്ത് തന്നെ ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലേണിംഗ് സീരീസിന്റെ ഏറ്റവും അവസാനത്തേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. എത്ര അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ? നിങ്ങൾ കുറെ അധികം ആൾക്കാരും ആദ്യം മുതലേ കണ്ട് ഈ ഒരു ഓർഡറിൽ തന്നെ ഈ സീരീസ് മുഴുവൻ കണ്ട് ഈ ക്ലാസ്സിൽ ഇവിടെ എത്തി നിൽക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടി ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അത് കാണുന്നതൊക്കെയാണ് തീർച്ചയായിട്ടും ഒരു സന്തോഷം. അപ്പൊ അവിടെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അടുത്ത ക്ലാസ് നമ്മുടെ അവസാനത്തെ ക്ലാസ് ആണ്. ആ ക്ലാസ്സിലാണ് നമ്മൾ ഇതുവരെ പഠിച്ചതിലെ പല കാര്യങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുക. അപ്പോൾ വളരെയധികം എക്സൈറ്റ്മെന്റോട് കൂടി ആ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്ത് തന്നെ ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത ക്ലാസ് വരുന്ന വ്യാഴാഴ്ച ഇറങ്ങും. അപ്പോഴേക്കും എല്ലാവരും ഈ വിഷയം ഫുൾ പഠിച്ച് നോട്ട്സ് ഒക്കെ എഴുതി അസൈൻമെന്റ് ഒക്കെ ചെയ്ത് റെഡി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിശക്തം.